ഹലോ, നമസ്കാരം. ഇന്നത്തെ കഥ വളരെ മനോഹരമായ ഒരു സന്ദേശം നൽകുന്ന കഥയാണ്. ഏറെ ഇഷ്ടമുള്ളൊരു കഥയാണ്. എൻ്റെ ജീവിതത്തോട് ഞാൻ ചേർത്ത് വയ്ക്കുന്ന മനോഹരമായൊരു കഥ. ഒരു ബലൂൺ വിൽപ്പനക്കാരനാണ് കുട്ടേട്ടൻ. കുട്ടേട്ടൻ പല വർണ്ണങ്ങളിലുള്ള ബലൂണുമായിട്ട് അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പെരുന്നാളുകളിലും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കും. ഉയർന്നു നിൽക്കുന്ന ബലൂൺ കാണുമ്പോൾ കുട്ടികളൊക്കെ കുട്ടേട്ടൻ്റെ അരികിലേക്ക് ഓടിയെത്തും. അങ്ങനെ ഓരോ ബലൂണുകൾ അവരിങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയും അവരത് വാങ്ങിക്കുകയും ചെയ്യും. ബലൂൺ വിൽപ്പനക്കാരനായ കുട്ടേട്ടനെ നോക്കി അങ്ങകലെ അപ്പു നിൽക്കുന്നുണ്ട്. അപ്പു കറുത്തതാണ്. അപ്പു മെലിഞ്ഞവനാണ്. അപ്പുവിന് സ്വന്തമായി ഉടുക്കാൻ നല്ലൊരു വസ്ത്രം പോലുമില്ല. അപ്പുവിൻ്റെ അമ്മ തൊട്ടടുത്ത് ചട്ടി വിൽക്കുന്നുണ്ട്. അപ്പുവിനൊരാഗ്രഹം കുട്ടേട്ടൻ്റെ അടുത്ത് പോയി ഒരു നല്ല ബലൂൺ വാങ്ങി തിരികെ വരണമെന്ന്. പക്ഷേ അപ്പു നോക്കിയപ്പോൾ അപ്പുവിന് നല്ലൊരു വസ്ത്രമില്ല. കറുത്ത് മെലിഞ്ഞ ഒരു കൊച്ചുകുട്ടി. അവനെ തന്നെ ഇഷ്ടമല്ല എന്നാണ് അവൻ അമ്മയോട് ഇടയ്ക്ക് പറയാറുള്ളത്. പക്ഷേ ഉച്ചയായപ്പോൾ ആരുമില്ലാത്ത സമയത്ത് പതിയെ ആരും കാണാതെ കുട്ടേട്ടൻ്റെ അരികിലേക്ക് അപ്പു നടന്നു ചെന്നു. അപ്പോൾ കുട്ടേട്ടൻ്റെ ഉയർന്നു നിൽക്കുന്ന ബലൂണുകൾ നോക്കിയിട്ട് പറഞ്ഞു, കുട്ടേട്ട, എല്ലാ ബലൂണും ഇങ്ങനെ ഉയർന്നു നിൽക്കുമോ? കറുത്ത ബലൂൺ ഇങ്ങനെ ഉയർന്നു നിൽക്കുമോ? ചാരനിറത്തിലുള്ള ബലൂൺ ഇങ്ങനെ ഉയർന്നു നിൽക്കുമോ? പെയിൻറ് പോയ ബലൂൺ ഉയർന്നു നിൽക്കുമോ? അല്പം ആകൃതിയിൽ വ്യത്യാസം വന്നു പോയ ബലൂൺ ഇങ്ങനെ ഉയർന്നു പൊങ്ങി നിൽക്കുമോ? കുട്ടേട്ടൻ അപ്പുവിനെ ഒന്ന് നോക്കി, സ്നേഹത്തോടെ നോക്കി. നെറ്റിയിൽ തലോടിക്കൊണ്ട് കുട്ടേട്ടൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, മോനെ അപ്പു, നിറമല്ലടാ, ആകൃതിയല്ലടാ, വലുപ്പമല്ലടാ, ഉള്ളിൽ നിറച്ചിരിക്കുന്നത് എന്താണോ അതാണ് നമ്മെ ഉയർത്തുന്നത്. ഈ ബലൂണുകളെ ഉയർത്തി നിർത്തിയിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന വാതകമാണ്. അതുപോലെ നിൻ്റെ ഉള്ളിൽ നീ നല്ല സ്വപ്നങ്ങൾ നിറച്ചു നോക്കിയേ, നീ നല്ല ചിന്തകൾ നിറച്ചു നോക്കിയേ, നിനക്ക് കുറേ ലക്ഷ്യങ്ങൾ നിറച്ചു നോക്കിയേ, നീയും ഒരു ദിവസം ഉയർന്ന് പൊങ്ങി അങ്ങനെ നിന്റെ ജീവിതം വിജയത്തിലേക്ക് കുതിക്കുമെന്ന്. അപ്പുവിനോട് കുട്ടേട്ടൻ അങ്ങനെ പറഞ്ഞതിന് ശേഷം ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ചുംബനം കൊടുത്തു. അപ്പു ഒരു മനോഹരമായ ഒരു ബലൂൺ കൈകളിലേക്ക് എടുത്തുകൊണ്ട് എല്ലാവരുടെയും മുഖത്തു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നേരെ അമ്മയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. അവൻ്റെ കണ്ണുകളിലൊരു തിളക്കമുണ്ടായിരുന്നു. ഒരു സ്വപ്നത്തിൻ്റെ തിളക്കമാണത്. അവൻ്റെ ഉള്ളിൽ അപ്പോഴും എപ്പോഴും മുഴങ്ങിക്കേട്ടത് കുട്ടേട്ടൻ്റെ ആ വാക്കുകളാണ്. നിറമല്ലടാ, ആകൃതിയല്ലടാ, വലുപ്പമല്ലടാ, ഉള്ളിൽ നിറച്ചിരിക്കുന്നത് എന്താണോ അതാണ് നമ്മെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. നമ്മെ ഓരോരുത്തരെയും വിജയത്തിലേക്ക് എത്തിക്കുന്നത് അതാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നല്ല സ്വപ്നങ്ങളുണ്ടാകട്ടെ, നല്ല ലക്ഷ്യങ്ങളുണ്ടാകട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. ഒരു നാൾ നമ്മൾ വിജയിക്കും. നമ്മുടെ ഉറ്റവർക്കിടയിലൂടെ ശിരസ്സുയർത്തി തിളങ്ങുന്ന കണ്ണുകളുമായിട്ട് നമുക്ക് മുന്നേറുവാൻ സാധിക്കും. അങ്ങനെ ഈ കഥ നൽകുന്ന ആശയത്തെ ചേർത്ത് വെച്ച് നമുക്കും ഇങ്ങനെ യാത്ര തുടരാം.